എന്താണ് ഈ പേഴ്സൺ സഡൻലി ഒരു ദിവസം നിങ്ങളുടെ ലൈഫിനെ വിട്ടുപോയി? എന്താണ് അവര് ഒരു ദിവസം ഒരു ഡിസ്റ്റൻസ് വെക്കാൻ തുടങ്ങി? എല്ലാം ശരിയായിരുന്നു നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്, പിന്നെ ഈ പേഴ്സൺ സഡൻലി മെസ്സേജ് ചെയ്യാണ്ട് ഇല്ല, കോൾ റിസീവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്താണ് ഇതിന്റെ കാരണം? ഇതൊരു റാൻഡം കോയിൻസിഡൻസ് അല്ല. ഇതില് എന്തോ ഒരു വലിയ റീസൺ ഉണ്ട്. ഈ പേഴ്സന്റെ ഈ ബിഹേവിയർ, അതിന് വേണ്ടിയിട്ട് എന്തോ ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഈ റീഡിങ്ങിൽ. ഇതൊരു സൈൻ സ്പെസിഫിക് റീഡിംഗ് അല്ല, സിറ്റുവേഷൻ സ്പെസിഫിക് റീഡിംഗ് ആണ്. അപ്പൊ ഈ സിറ്റുവേഷൻ നിങ്ങളെ മാച്ച് ചെയ്തു വെച്ചാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. അപ്പൊ ഞാൻ കാണുന്നത് ഈ പേഴ്സന്റെ കറണ്ട് എനർജി. ഈ പേഴ്സന്റെ കറണ്ട് എനർജിയിൽ ക്വീൻ ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കണേ. അപ്പൊ അവരുടെ എനർജിയിൽ ക്ലാരിറ്റി ഉണ്ട്. ഈ സമയത്ത് അവര് കുറെ പ്രാക്ടിക്കൽ ആയിട്ടാണ് ചിന്തിക്കണേ, ഇമോഷണൽ ആയിട്ടല്ല, പ്രാക്ടിക്കൽ ആയിട്ടാണ് അവര് തീരുമാനങ്ങൾ എടുക്കണേ. അവരുടെ എനർജിയിൽ 9 ഓഫ് പെന്റിക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് അവരൊരു സിംഗിൾ ഇൻഡിപെൻഡന്റ് എനർജിയിലാണ്. കൂടുതൽ ഫോക്കസ് അവരുടെ കരിയറിലാണ്. പക്ഷെ വേറെ ഒരു അറ്റാച്ച്മെന്റ്സ് ഒന്നുമില്ല അവരുടെ ലൈഫിൽ. ഈ സമയത്ത് അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ജീവിക്കേണ്ടതെന്ന് അതാണ് അവർ തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ട് ഇപ്പൊ റിലേഷൻഷിപ്പിലല്ല അവര് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. അവരുടെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്? അപ്പോൾ പേജ് ഓഫ് പെന്റിക്കിൾസ് വന്നിട്ടുണ്ട്. ഒരു സ്റ്റേബിൾ എനർജി ആയിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. ഒരു പുതിയ തുടക്കത്തിന്റെ എനർജി കാണാണ്ട്. അപ്പോൾ എവിടെയോ അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ അവർ കാണുന്നുണ്ട്. പക്ഷെ അതൊരു ഇനീഷ്യൽ സ്റ്റേജസിലാണെന്നാണ് അവർക്ക് ഫീൽ ചെയ്യണേ. ഹൈ പ്രീസ്റ്റസ് അവരുടെ കുറേയൊക്കെ ഫീലിങ്സ് അവർ ഒളിപ്പിച്ച് വെക്കണു. എന്താ വെച്ചാൽ അവർക്കത് പറഞ്ഞാൽ ഇമോഷണലി ഒരു കണക്ഷൻ ഉണ്ട് അവർക്ക് നിങ്ങൾക്ക് വേണ്ടി. ഡീപ്പ് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അത് തുറന്ന് പറയാൻ റെഡി അല്ല. ഓക്കെ, അപ്പൊ അവരുടെ ഫീലിങ്സ് ഒക്കെ സീക്രട്ട് ആയി വെക്കണു. ഒരു ഷെയർ ചെയ്യാത്ത പോലെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയും പോലും ഇല്ല എന്താണ് ഈ പേഴ്സന്റെ മനസ്സിലുള്ളതെന്ന്. ടെമ്പറൻസ് എനർജി. അപ്പോ അവർ കുറെ ഒരു ബാലൻസ്ഡ് ആയിട്ടാണ് പെരുമാറണേ. പക്ഷെ ഇമോഷണലി റൊമാൻറ്റിക്കലി അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ ഫീലിങ്സ് ഉണ്ട്. അത് പക്ഷെ അവർക്ക് എക്സ്പ്രസ് ചെയ്യണം എന്നില്ല, കാണിക്കണം എന്നില്ല ഈ സമയത്ത്. അപ്പൊ എന്താണ് ഇവിടെ ഏറ്റവും വലിയ ബ്ലോക്ക്? എന്തുകൊണ്ടാണ് അവരെ സഡൻലി നിങ്ങളുടെ ലൈഫിനെ വിട്ടുപോയി? എന്താണ് അവരെ നിങ്ങളെ വിട്ടുപോയേ? അതിന്റെ കാരണം എന്താ വെച്ചാൽ അവർ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അവർക്ക് വേറെ ഓപ്ഷൻസും ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങളെ കുറിച്ച് അവർ അങ്ങനെ പറഞ്ഞ അവർക്ക് കമ്മിറ്റ് ചെയ്യാൻ അവർ ചിലപ്പോൾ റെഡി ആയിരുന്നില്ല. ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ അവര് ഈ സിറ്റുവേഷനിൽ അവർക്ക് കമ്മിറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ ഈ സിറ്റുവേഷൻ, ഈ റിലേഷൻഷിപ്പ് വിട്ടുപോയി. അവർക്ക് കുറച്ചൊരു പേടിയായി തുടങ്ങി. എന്താ വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റേബിൾ ഫ്യൂച്ചർ ഉണ്ടെന്ന് അവർക്ക് അറിയായിരുന്നു. പക്ഷെ എവിടെയോ കമ്മിറ്റ്മെന്റ്, അതിന്റെ പേടിയാണ്. ഞാൻ കാണുന്നത് ഇവർക്ക് അത്ര തന്നെ ഡീപ്പ് ഫീലിങ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇല്ല ഫീലിങ്സ് മാതിരി തന്നെയാണ് ഈ പേഴ്സണ് മനസ്സിൽ അവർക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതുമാതിരി തന്നെയാണ് ഫീലിങ്സ് ഉള്ളത്. പക്ഷെ ഈ കമ്മിറ്റ്മെന്റ് പറയുമ്പോഴേക്കും അവർ കുറച്ച് നെർവസ് ആയി. അതല്ല വെച്ചാൽ അവര് നിങ്ങളുടെ കൂടെ കുറെ ക്ലോസ് ആവുണ്ടെന്ന് കാണുമ്പോഴേക്കും അവർക്ക് കുറച്ചൊരു പേടിയാവാൻ തുടങ്ങി. ഇതൊരു ബേർഡൻ ആവാൻ തുടങ്ങി. അവർക്ക് ഇതിൽ കമ്മിറ്റ് ചെയ്യാൻ പറ്റുമോ, ലോങ് ടേം ഇത് വർക്ക് ആവുമോ, അതൊക്കെ ഒരു പേടി വന്നുകൊണ്ട് അവർ ഈ സിറ്റുവേഷനിൽ കുറെ ബാഗേജ് ആയതുകൊണ്ട് അവർ ഈ റിലേഷൻഷിപ്പിനെ വിടാൻ തീരുമാനിച്ചു. ഞാനിപ്പോൾ കാണുന്നത് അവരുടെ ഇന്റൻഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ഇപ്പൊ അവർക്ക് ക്ലാരിറ്റി വന്നിരിക്കണു. മുമ്പേ ആ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. മുമ്പേ വേറെ ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അങ്ങനെയല്ല. ഇപ്പൊ അവർ കുറെ പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പോൾ, പ്രാക്ടിക്കലായി കാര്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെ അവർക്കൊരു കമ്പാറ്റബിലിറ്റി ഫീൽ ചെയ്തു. നിങ്ങളുടെ കൂടെ അവർ ഒരു ലോങ് ടേം ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഇപ്പോൾ തയ്യാറാണ്. അവരുടെ ഇന്റൻഷനിൽ ഞാൻ കാണുന്നത് ഈ റിലേഷൻഷിപ്പിനെ ഒരു ലോങ് ടേം ഫ്യൂച്ചർ, ഫാമിലി, കുട്ടിയോള്, അതൊക്കെയാണ് അവരിപ്പോൾ മനസ്സിൽ വെച്ചാണ്. ഓക്കെ, അവർക്ക് അത് ഒരു ക്ലാരിറ്റി വന്നു. അത് ഈ റിലേഷൻഷിപ്പിൽ ഒരു ഫ്യൂച്ചർ ഉണ്ട് എന്ന്. നിങ്ങളുടെ കൂടെയാണ് അവർക്ക് ആ ഫ്യൂച്ചർ വേണ്ടത്. എന്താണ് അവരുടെ ആക്ഷൻ അവരെടുക്കാൻ പോണത്? അപ്പോൾ തൽക്കാലം ഞാൻ അവരുടെ
ആക്ഷൻസിൽ ഞാൻ കാണുന്നത് അവരുടെ സെൽഫ് കോൺഫിഡൻസിൽ വർക്ക് ചെയ്യാനാണ് നോക്കണത്. എന്താ വെച്ചാൽ അവർ എത്രയും കോൺഫിഡൻ്റ് ആയി ബിഹേവ് ചെയ്യണു, മനസ്സിൽ അത്ര തന്നെ ആങ്സൈറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ അവർക്കൊരു പേടിയുണ്ട് നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്ന് അവർക്ക് അറിയില്ല. അവർക്കറിയാം അവർ ചെയ്തത് ശരിയല്ല എന്ന്. അപ്പോൾ ആ പേടിയുണ്ട്, കുറേ ഓവർ തിങ്ക് ഉണ്ട്. എന്താ വെച്ചാൽ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുണ്ട്, പക്ഷെ എങ്ങനെയാ അത് ചെയ്യാന്ന് അറിയില്ല. കുറേ ഒരു സ്റ്റാഗ്നൻ്റ് എനർജിയിലാണ് ഇവർ, ഒബ്സെസീവ് എനർജിയിലുമാണ്. അപ്പോൾ നിങ്ങൾക്കിത് അറിയണ്ടാവില്ല, പക്ഷെ അവർ ആക്ച്വലി നിങ്ങളെ കുറിച്ച് കുറേ ഒബ്സെസ്ഡ് ആണ്. ഞാനിവിടെ കാണുന്നത് ആ സ്റ്റെബിലിറ്റി വരണ വരെ അവർ കുറച്ച് ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് തന്നെയാണ് വെക്കുക. എന്താ വെച്ചാൽ ആ ഒരു കോൺഫിഡൻസ് വരാത്തതുകൊണ്ട് അവർക്ക് നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. ഏകദേശം ഞാൻ കാണുന്നത് ഒരു 6 വീക്സിൻ്റെ എനർജിയാണ്. ഇല്ല വെച്ചാൽ 6 to 7 വീക്സ് ആവാം, പക്ഷെ അവർ അത് കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നുണ്ടാവുക. കുറച്ചൊരു സമയം എടുക്കും അവർക്ക് ഒരു സ്റ്റെബിലിറ്റി വരാൻ. അപ്പോൾ നമ്മൾക്കിത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഇവിടെ ഔട്ട്കം എന്താ ഉണ്ടാവുകയെന്ന്. ഇവിടെ ഔട്ട്കം ആയിട്ട് വന്നിരിക്കണ 4 of Cups ആണ്. അപ്പോൾ ഒരു പേഴ്സൺ ഇവിടെ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു എനർജിയിലായിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ കാണുന്നത് അവർ ചിലപ്പോൾ നിങ്ങളെ മെസ്സേജ് ചെയ്യും. ഓക്കെ, ഒരു ചെറിയ മെസ്സേജ് ആയിരിക്കും, ഉടനെ ചിലപ്പോൾ അവർ കുറേ സംസാരിക്കില്ല. ഞാൻ കാണുന്നത് അവർ ഹീലിംഗ് എനർജിയിലാണ്, ഇപ്പോൾ ഹീൽ ചെയ്യാൻ നോക്കണു. ഇവിടെ ഒരു ഡെഫിനറ്റ്ലി ഒരു റീകൺസിലിയേഷൻ്റെ ചാൻസസ് ഉണ്ട്. 3 of Cups. അപ്പോൾ അതാണ് ഔട്ട്കം ആയിട്ട് വന്നിരിക്കണേ. അവരുടെ മനസ്സിലിപ്പോൾ എന്താണ് തോട്ട്സ് ഉള്ളത്, അവർക്ക് എന്താണ് നിങ്ങളോട് പറയേണ്ടത്, എന്താണ് അവരുടെ മനസ്സിലുള്ളത്. ഇപ്പോൾ അവർ പറയാൻ നോക്കണത് സോ മെനി തിങ്സ് റിമൈൻഡ് മീ ഓഫ് യു. അപ്പം ഞാൻ പറഞ്ഞ മാതിരി കുറേ ഒബ്സെസ്ഡ് ആണ് അവർ. കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർ സഡൻലി നിങ്ങളെ കുറച്ച് ഓർക്കും, മിസ് ചെയ്യും. ഐ നോ ദാറ്റ് ഐ ക്രോസ് ദ ലൈൻ വിത്ത് യു. അപ്പോൾ അവർക്ക് അറിയാം അവർ ചെയ്തത് ശരിയല്ലാന്ന്. അതിൻ്റെ ഒരു ഗിൽട്ടി ഫീലിംഗ് ഉണ്ട് അവർക്ക്. ഐ ലെഫ്റ്റ് വെൻ ഐ സോ യു വിത്ത് സമ്മൺ, അതും ഉണ്ടായിട്ടുണ്ടാവും. അവർ നിങ്ങളെ വേറെ ഏതോ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ കണ്ടപ്പോൾ ഒരു ഇൻസെക്യൂരിറ്റി ആയതുകൊണ്ട് അവർ വിട്ടുപോയിണ്ടാവും. ഇല്ല വെച്ചാൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അവർക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ അവരുടെ ഒരു ഇൻസെക്യൂരിറ്റിയുടെ കാരണമായിരുന്നു. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഞാനിവിടെ സയൻസ് കാണുന്നത് എല്ലാം മിക്കവാറും എല്ലാം സയൻസ് ഉണ്ട്. അക്വേറിയസ്, ലീബ്ര, ജെമിനി ഉണ്ട്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവിടെ സൈൻ നിന്ന് മെൻഷൻ ചെയ്യണം എന്നില്ല. ഇത് സിറ്റുവേഷൻ ബേസ്ഡ് ആയതുകൊണ്ട് നിങ്ങളുടെ സിറ്റുവേഷനെ മാച്ച് ചെയ്യേണ്ട വെച്ചാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഈ പേഴ്സൺ ആരാണെന്ന്. ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് കമൻസിൽ എഴുതുക, ഈ പേഴ്സൻ്റെ ഇനീഷ്യൽ എഴുതിയാൽ മതി, എന്താണ് അവരുടെ ആദ്യത്തെ ഇനീഷ്യൽ എന്താണെന്ന്. ആൻഡ് ഈ റീഡിംഗ് ക്ലെയിം ചെയ്യുക, കമൻസിൽ ഐ ക്ലെയിം എന്ന് എഴുതുക. നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടൊരു റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.